പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം, ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം, ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും. അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ. ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങൾ ഉണ്ടാക്കും. പല ഗ്രഹങ്ങളും ദിഗ്രഹ യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും, ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും. പക്ഷെ ബുധൻ അങ്ങനെയല്ല. ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു, ചാരി നിൽക്കുന്നു, ആ ഗ്രഹത്തോടു കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും. ശനിയും ബുധനും തമ്മിലുള്ള ദിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല. മായാപടു ലംഘക എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ മായയിൽ പടുവായിരിക്കും. അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും, ഓപ്പൺ ആയിരിക്കില്ല. ലംഘക ഗുരുവചനാതിക്രാമി, ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല, അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ ദിഗ്രഹ യോഗത്തിൽ പരാമർശിക്കുന്നു. അതത്ര നല്ല യോഗമല്ല. ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി, ചന്ദ്രനോട് കൂടിയും നിൽക്കുമ്പോൾ നല്ല ഫലമാണ്. സത്യപ്രസിദ്ധവാക്യം അർത്ഥനിപുണം, കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും. സൗഭാഗ്യ കീർത്തിയനിതം, നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു. ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ മൂലാദി സ്നേഹ കൂടിയൊരു വ്യവഹൃതി വണി ബാഹുയോദ്ധ, കൈകൊണ്ട് യുദ്ധം ചെയ്യും, കൈക്കരുത്തുണ്ടാകും, അയാൾ വലിയ വ്യാപാരിയാകും. വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും, നൃത്തജ്ഞനാവും. ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും, നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ്. ഏതായാലും ബുധൻ ഇതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയ ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം. ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. സൗമ്യനാണ്, സോമൻ്റെ പുത്രനാണ്, ചന്ദ്രപുത്രനാണ് ബുധൻ. അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ചന്ദ്രനാണ്. തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം. കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിത സ്വജനസ്യ ശത്രു, ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ, കർക്കിടകൻ ജലരാശിയാണ്, അതിലൂടെ ധനം ലഭിക്കും. സ്വജനസ്യ ശത്രു, സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട്. പല ജാതകത്തിലും തുലാൻ ലഗ്നമായി 10ാം ഭാവം കർക്കിടക രാശി വന്നവരുടെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട്. അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട്. അവർ ഷിപ്പിൽ പോകാറുണ്ട്. കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട്. ഇപ്രകാരം ബുധനും രാഹുവും കൂടി വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും. ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1200 മിഥുനമാസം 8ാം തീയതി ബുധൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 70 ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട്. 1201 ചിങ്ങമാസം 14ാം തീയതി വരെ. ഇപ്രകാരം 70 ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂൺ മാസം 22ാം തീയതി മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം.
അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുനൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ ഒരു യോഗകാരകനായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. മിഥുന രാശിയിൽ നിൽക്കുന്ന സൂര്യൻ വേസി യോഗ കർത്താവായി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ശുഭഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന അത്ര ശുഭമല്ല. പാപഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ വളരെ ശക്തമായ സാന്നിധ്യമുണ്ടാക്കും. പക്ഷേ ശുഭഗ്രഹങ്ങളുടെ 6-ാം ഭാവത്തിലുള്ള സ്ഥിതി അത്ര ശുഭമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ബുധൻ ആരാണ്? അഷ്ടമാധിപനാണ്, 8-ാം ഭാവാധിപനാണ് 6-ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ബുധൻ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കുംഭൻ രാശിക്കാർക്ക് ശ്രദ്ധിക്കണം. രേഖ എവിടെയും കളഞ്ഞു കുളിക്കരുത്. വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടും. ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, ആധാർ കാർഡാകാം, അല്ലെങ്കിൽ പാസ്പോർട്ട്. നാളെ യാത്രയാണ്, അറിയാതെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോയി മറന്നു പോവുക, ശ്രദ്ധിക്കണം. ആഭരണങ്ങൾ നഷ്ടപ്പെടും. സ്വർണ്ണാഭരണം എടുത്തില്ലെങ്കിൽ ബാങ്ക് ലേലം വെക്കും, പലിശയെങ്കിലും അടക്കണം. ഈ 70 ദിവസക്കാലം കുംഭൻ രാശിക്കാർ ശ്രദ്ധിക്കണം. സന്തതികൾക്ക് അരിഷ്ടത വരും. കുംഭൻ രാശിക്കാർക്ക് അവരുടെ 5-ാം ഭാവം സന്താനഭാവമാകുന്നു ബുധൻ്റെ ഭാവം. മിഥുനം വീര്യോനെ പ്രതിഭാവതോ 5-ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ സുതമൃതിയും ബുദ്ധിഭ്രമം വഞ്ചന, സന്താനങ്ങൾക്ക് അരിഷ്ടത വരും, സന്താന ക്ലേശങ്ങൾ വരും. ബുദ്ധിഭ്രമം വഞ്ചന, തനിക്ക് ബുദ്ധിയുടെ ഭ്രമം വരും. ബുധൻ മനസ്സിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. തൻ്റെ ബൗദ്ധിക പ്രവർത്തനങ്ങൾക്ക് വളരെ ദോഷം വരും. താൻ പലപ്പോഴും ചതിയിൽപ്പെട്ടു പോകും. ഹ്യധ്വാനം ഹ്യുദരാമയം. അധ്വാനം, അനാവശ്യമായ ബുദ്ധിപരമായ കഴിവുകൾ പണയം വയ്ക്കേണ്ടുന്നൊരവസ്ഥ വരിക. ആവശ്യമില്ലാതെ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. ഉദരാമയം, വയറ് സംബന്ധമായ രോഗങ്ങൾ വരും. നരപതേ കോപം സ്വശക്തിക്ഷയം. രാജാവ് കോപിക്കുക, മന്ത്രി കോപിക്കുക, മേലധികാരികൾ തന്നോട് കയർക്കുക, തൻ്റെ ശക്തി ക്ഷയിക്കുക. നിർബന്ധമായും മന്ത്രം ജപിക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ മന്ത്രം 18 തവണ ജപിക്കുക. പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യണം. അതിന് പുറമേ മറ്റൊരു വിഷയം, ശത്രു ധാരാളം വരും. അതിനാൽ സുദർശന ഹോമവും സുദർശന പുഷ്പാഞ്ജലിയും ചെയ്യണം. വ്യാഴാഴ്ചകളിൽ വിശുദ്ധത്തിൽ ചെയ്യുക. നരസിംഹക്ഷേത്രമാണ് ഏറ്റവും നല്ലത് പാനകം വഴിപാട് ചെയ്യുന്നത്. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യുർ നമാമ്യഹം ഓം നരസിംഹമൂർത്തയേ നമഃ. പല കാര്യങ്ങളും വളരെ സില്ലിയായി എടുക്കും, എന്നിട്ട് അതിൻ്റെ പേരിൽ ടെൻഷൻ വരും. കുട്ടികൾ ഹോംവർക്ക് ചെയ്യില്ല, സഹകരിക്കില്ല, പുസ്തകമെടുക്കാതെ ക്ലാസ്സിലേക്ക് പോകും. നിഷേധാത്മകമായ ഒരു സമീപനം. ഈ കുട്ടികളുടെ പേരിലൊക്കെ വഴിപാടുകളൊക്കെ ചെയ്ത് അവരോട് പൊറുക്കണം. ചെറിയൊരു സമയദോഷമുണ്ട്. 6-ൽ ബുധൻ വരുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വിരോധോ ജനാനാം നിരോധോ രിപൂണാം പ്രബോധോ യദീനാം ച രോധോ നിലാനാം. ജനങ്ങളുമായി വിരോധം, ശത്രുക്കൾ തൻ്റെ കർമ്മങ്ങളെ തടസ്സപ്പെടുത്തും. ഒരു യതിയുടെ പ്രബോധം തനിക്കുണ്ടാകും, വായുകോപം ഉണ്ടാകും. ബുധേ സദ്വേയൻ ആപഹാരോ നിധീന. ബലാത്കാരേണ താൻ നിധി കൈവശപ്പെടുത്തുമെന്നാണ്. തൻ്റെ ആ ശാരീരികമായ ക്ഷേമുഷി മുഷ്കുപയോഗിച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കും. പലരും അപവാദത്തിൽപ്പെടും. സെൽ ടാക്സിൻ്റെ ഓഫീസർമാർ അപ്രകാരം തന്നെ. ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട രജിസ്ട്രേഷൻ വകുപ്പിലെ ജോലിക്കാർ ശ്രദ്ധിക്കണം. കൈക്കൂലി കേസിൽ പിടിക്കപ്പെടും ഈ 70 ദിവസക്കാലം. അവർ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, സസ്പെൻഷനിലാകും ജോലി. അതാണ് ശത്രു വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബലാത് അർത്ഥജത് സംഭവേ ശത്രുഭാവേ. ബലാത്കാരേണ കാശുണ്ടാക്കുമെന്നാണ്. അതിനാൽ ഒരാൾ ഇഷ്ടപ്പെട്ട് 100 രൂപയോ 500 തന്നാൽ എനിക്ക് 5000 വേണം ഈ പ്രശ്നം തീർക്കണമെങ്കിൽ എന്ന വാശി, ആ വാശി ജോലി സസ്പെൻഷനിലൊക്കെ പോകും. വളരെ ആലോചിച്ചുകൊള്ളൂ. വില്ലേജ് ഓഫീസർമാരും രജിസ്ട്രേഷൻ പ്രമാണിമാരുമൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ മന്ത്രപതിയാണ് ദൗർബല്യമായി നിൽക്കുന്നത്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ റെമഡി. വളരെ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട കുംഭൻ രാശിക്കാർക്ക്. കുംഭൻ രാശിക്കാർക്ക് സ്വതവേ ഏറ്റവും നല്ലൊരു അനുകൂലമായ സമയമാണിപ്പോൾ. അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന നല്ല വെള്ള ഷർട്ടിട്ട് നടക്കുന്ന വ്യക്തിക്ക് മഷി ഒഴിച്ചാൽ ആ ഷർട്ട് ചീത്തയാവുന്നത് പോലെ പേരുദോഷം വരും, ശ്രദ്ധിക്കണം.
എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും നല്ല ശോഭനമായ 70 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.